തുടങ്ങാലോ? ഓക്കെ യാ. ഹലോ ഹലോ. ഇൻട്രൊഡ്യൂസ് ചെയ്തോ. എൻ്റെ പേര് മുസമ്മിൽ, കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് നിന്ന് ഇവിടെ വരെ രാവിലെ ഇന്നലെ 2 മണിക്കോ? ഏകദേശം 2 മണി, 12 മണിക്കൂർ, 14 മണിക്കൂർ യാത്രയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരിക. മെന്റാലിറ്റി ഉള്ളവർക്ക് പ്രശ്നമില്ല, അതാ ഭയങ്കര. ഇതുപോലെ വരുന്ന ആൾക്കാർ ഇപ്പം ഏറ്റവും ദൂരത്ത് വന്നത് ബ്രോയാ. തിരുവനന്തപുരത്ത് നിന്ന് വന്നവരുണ്ട്. അമ്മമാർക്ക് 140 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും എനിക്ക് 400. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് താങ്ക് യു ഫോർ വന്നതിന്. എങ്ങനെ പോകുന്നു ട്രേഡിങ്ങിന്റെ കാര്യം പറ. ട്രേഡിങ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? 1 വർഷമായി. ബിഫോർ എങ്ങനെയായിരുന്നു? ബിഫോർ എന്താ പറയാ, ഇമ്പ്രൂവ് ആക്കണമെന്ന് തോന്നും, പക്ഷെ ഇമ്പ്രൂവ് ഒന്നും ആവില്ല. ഇല്ല, അത്രേ ഉള്ളൂ. പിന്നെ കുറെ ഡെയിലി ഒരു കുറെ കാര്യങ്ങൾ ലേൺ ചെയ്ത് തരും, അത് പിറ്റേന്ന് അപ്ലൈ ചെയ്യും. അങ്ങനത്തെ അതാ. ഇതിനപ്പുറം ഒന്നും ഇല്ലെന്ന് മനസ്സിലായല്ലോ. അതായത് അത് ശരിയാ. അത് ചെയ്താൽ മാത്രം. അതായത് ഞാന് ട്രേഡിങ്ങിന് വന്നതിന് ശേഷം, അല്ലെങ്കിൽ ട്രേഡിങ് വന്ന സമയത്ത് തന്നെ സെർച്ചിങ് ചെയ്തായിരുന്നു. ഈ ഒരു ഇപ്പൊ നമ്മൾ പഠിക്കുന്നില്ല എന്താണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഒരു ക്യാൻഡിൽ എങ്ങനെ റീഡാക്കാം, അല്ലെങ്കിൽ ഒരു ചാർട്ട് എങ്ങനെ റീഡാക്കാം, ആ ഒരു മെന്റാലിറ്റി ആണ് എനിക്ക്. പക്ഷെ അതിന്റെ പിന്നിൽ പോയി കുറെ പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിച്ചു. ഓരോ ദിവസവും ഓരോ പ്രൈസ് ആക്ഷൻ അപ്ലൈ ചെയ്യും. കാര്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആളുടെ പാസ്റ്റ് നല്ലപോലെ അറിയാം. ഞാൻ നേരത്തെ എല്ലാവരുടെയും നല്ലപോലെ ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്നാലും ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ പറയുന്നത്. പിന്നെ ഓൾമോസ്റ്റ് 1 year ആയി. പല അക്കൗണ്ട്സും നിയർ ടു പാസ്സായി. പല ഏരിയാസിലും ചില അക്കൗണ്ട്, ഒരു അക്കൗണ്ട് കണ്ട് $200 കണ്ടുള്ളായിരുന്നു പാസ്. 56 അവിടുന്ന് ആള് ഫെയിലായി. എനിക്കറിയാം എന്തുകൊണ്ട് ഫെയിലായെന്ന് അറിയാം. ഞാൻ ആളോട് പറഞ്ഞ പതിയെ നമ്മൾ ആ ഒരു വിന്നിനോട് അടുക്കാറെത്തുമ്പോൾ ഇമോഷൻ നല്ല രീതിയിൽ. അപ്പൊ അവിടെ ആ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ട്രേഡിങ് ഓൾറെഡി യു ഹാവ് സെറ്റപ്പ് VLP ILP ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇമോഷണലി കുറച്ചുകൂടെ മെച്ചുവർ ആവാനുണ്ട് അല്ലേ? അത് ഓരോ സ്റ്റോപ്പ് ലോസും നമ്മളെ ഇമോഷണലി മെച്ചുവർ ആക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഇടയ്ക്ക് ആളോട് ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഇപ്പം ആളോട് ചോദിക്കുന്ന കാര്യം, ഇപ്പോഴും ഞാൻ ഇപ്പൊ ഒരു അക്കൗണ്ട് ട്രേഡ് എടുക്കാതിരിക്കുന്ന സമയത്ത് ആള് ട്രേഡ് എടുത്തു ഭയങ്കര കൺസിസ്റ്റന്റ്. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി അനാലിസിസ് എടുക്കണം, വീക്കിലി ഫോർകാസ്റ്റ് ചെയ്യണം, അതേപോലെ വീക്കിലിയിലുള്ള അപ്ഡേഷൻസ് എല്ലാം ഗ്രൂപ്പിലിടണം. ഒരാൾ വിട്ടില്ലെങ്കിൽ, ആ ഗ്രൂപ്പിൽ ഒരാൾ വിട്ടില്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു 2-3 മാസം ആ ഗ്രൂപ്പിനകത്ത് മുസ്ലിം ബ്രോയുടെ മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യും. ഞാൻ എന്നിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, കുറെ കിടക്കുന്ന ഞാൻ കുറെ ഡിലീറ്റ് ചെയ്തോട്ടെ ചെയ്യും. അത്ര കൺസിസ്റ്റന്റും അത്ര ഡിസിപ്ലിൻഡും ആയിട്ടുള്ള ആളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വരാം, എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര നാളെടുക്കുന്നു? അതന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ബ്രോ പല ഏരിയാസിലും ഞാൻ പറയുന്ന സംഭവങ്ങൾ ബ്രോ ഫോളോ ചെയ്യുന്നില്ല. അത് ഞാൻ പറയുന്നത് വിഷമിക്കണ്ട, കാര്യമായിട്ട് പറഞ്ഞു. അതായത് അത് തന്നെ ഞാൻ പല മിസ്റ്റേക്കുകളും ഞാൻ ബ്രോയ്ക്ക് പറഞ്ഞു തരാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണമെന്ന്. അതേപോലെ ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു മിസ്റ്റേക്ക് ആണ് മുസ്ലിം ബ്രോയുടെ നോട്ട് റിസ്ക് ചെയ്യുന്നില്ല. ആക്ക് ബ്രോ ഇതെന്റെ പണ്ടേ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഐ മീൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗിൽ വന്ന സമയത്തുള്ള ഒരു ക്യാരക്ടറാണിത്. ആ ഒരു സമയത്ത് എന്റെ മെന്റാലിറ്റിയിൽ എന്താ പറയാ, എല്ലാവരും പറയുന്നത് പൈസ പോകും, അതുകൊണ്ട് ഞാൻ മാക്സിമം കുറവ്. അല്ല ഞാൻ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പം ഫോറക്സിൽ നിന്ന് മാറി ഫ്യൂച്ചേഴ്സിലേക്ക് എത്തി. എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇച്ചിരി പെട്ടെന്ന് ഡീവിയേഷൻ എടുത്ത ആള് ബ്രോയാ ഫ്യൂച്ചേഴ്സിലേക്ക്. കാര്യം നല്ലൊരു കാര്യമാണ് അത്, വിച്ച് ഇസ് ഗുഡ്. പക്ഷെ ഇവിടെ ബ്രോ ചെയ്യുന്ന ടോപ്പ് സ്റ്റെപ്പാ. അവിടെ ഇപ്പൊ നമ്മൾ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് $50 നമുക്ക് ആകുന്നുള്ളൂ. പക്ഷെ അതിന്റെ റിസ്ക് ടു റിവാർഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ ബ്രോ ആ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പറഞ്ഞു മനസ്സിലായല്ലോ. എന്താണ് ആ ഒരു കുഴപ്പമില്ലാതെ വേറെ ഒന്നുമില്ല. അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്ന സെയിം ട്രേഡ് തന്നെ ആള് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എല്ലാ ദിവസവും എടുക്കുന്ന ട്രേഡ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. അപ്പം ഞാൻ ചിന്തിക്കുന്ന സെയിം ട്രേഡാണ്. ഞാൻ റെക്കോർഡും ചെയ്തില്ല. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചേഴ്സിൽ ആൾക്കാർ കുറവാണ്. ചില സമയത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മൈക്രോ 4 മൈക്രോ 5 മൈക്രോ ലിറ്ററലി ചെറിയ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പോലും ആൾക്ക് പേടിയാണ് റിസ്ക് ചെയ്യാൻ. അത് എന്തുകൊണ്ടാണ്? സെറ്റപ്പിനോടുള്ള ഒരു പേടി കൊണ്ടാണ്. സെറ്റപ്പിനോട് പേടിയില്ല. അവിടെ ഫ്യൂച്ചേഴ്സിൽ ടൈമിംഗ് ഇല്ല, അക്കൗണ്ട് എക്സ്പയർ ആകും ഒന്നതാണ്. പിന്നെ അതിന്റെ 4% ഉള്ളല്ലോ ലോസ്, അതുകൊണ്ട് മാത്രം
നമുക്ക് ഫ്യൂച്ചേഴ്സിലേക്ക് പിന്നെ ചില സമയത്ത് ഇമോഷണലി ഓരോ ട്രേഡ് കാണുമ്പോൾ സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴോ എല്ലാം നല്ലപോലെ മനസ്സിലാവും. ഇമോഷൻ അവിടെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം അതേ ഉള്ളു ബ്രോയ്ക്ക്, ഇനി വേറെ ഒന്നുമില്ല. ആ ഒരു സാധനം ബ്രോ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഇത്. അതുകൊണ്ട് എനിക്ക് തോന്നി, അതായത് ഇതിനു മുന്നേ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് 2-3 അക്കൗണ്ടൊക്കെ ബ്ലോപ്പ് ചെയ്തപ്പോ ബ്ലോപ്പും ചെയ്തതിന് അതിന്റെ കൂടെ തന്നെ അത്യാവശ്യം ഹൈ ലെവലിൽ എത്തിച്ചുകയും ചെയ്തു. പറ്റും എന്നുള്ള അത് പറ്റായിക ഇല്ലല്ലോ. ലൈക്ക് ആ ഒരു ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതി ഏറ്റവും. അതായത് ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രോ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത അക്കൗണ്ടാണ് ഞാനും. ഇപ്പൊ ഓൾമോസ്റ്റ് ബ്രോ അക്കൗണ്ട് ബ്ലോവറായി. ഞാൻ ഇപ്പൊ 1% അപ്പിൽ പാസ് ആവാറായി. ഡിഫറൻസ് ഞാൻ റിസ്ക് ചെയ്തു, ബ്രോ റിസ്ക് ചെയ്തില്ല. സെയിം ട്രേഡ്. ഒറ്റ മിസ്റ്റേക്ക്. ഞാൻ 4 തവണ ഡ്രോഡോണിൽ പോയ ആളാ. ഞാൻ ഇക്വിറ്റി കർവ് കാണിച്ചില്ലേ വന്നപ്പോഴേ. 4 തവണ ഡ്രോഡോണിൽ പോയ ആളാ. തിരിച്ചിപ്പം ഞാൻ എന്റെ ഞാൻ പറയാ ബ്രോ ഇപ്പൊ ബ്രോന്റെ അവസ്ഥയിൽ ഞാനായിരുന്നു സത്യം പറഞ്ഞ കുറെ കൂടി കുറക്കട്ടെ. മനസ്സിലായി. എന്നിട്ട് ആ ഒരു അക്കൗണ്ട് ഡൗൺ സൈഡിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവസാനം എക്സ്പയർ ചെയ്തപ്പോ ആ ഒരു അവസ്ഥയൊക്കെ അതാണ്. അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ആളുടെയും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു നല്ല പോലെ ട്രേഡ് ചെയ്യുന്ന ഒരു 10 പേരെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് 5 പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. നല്ലപോലെ ട്രേഡ് ചെയ്യുന്നത്, ടെക്നിക്കലി ട്രേഡ് ചെയ്യുന്നത്. അതിനകത്തുനിന്ന് ബാക്കി 5 പേരാണ് നല്ല ട്രേഡേഴ്സ് എന്ന് പറയാം. അതായത് എനിക്കറിയാം, ഇപ്പം അഫിൻ ദേവനെ എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇമോഷൻ അനന്തുവിനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ആരംഭിച്ച് കമ്പയർ ചെയ്യല്ല. എന്നാലും ഇവൻ ആ ഒരു സെറ്റപ്പിന് അപ്പുറം വരുന്നവർ ട്രേഡ് എടുക്കത്തില്ല. റിസ്ക് ചെയ്യേണ്ട അമൗണ്ട് റിസ്കും ചെയ്യും. അവർക്ക് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊരു വലിയൊരു ഇപ്പൊ എന്താ പറയാനുള്ളത്, ഞാനിപ്പോ ഒരു ദിവസം ഒരു ട്രേഡ് ചെയ്യാറുള്ളത്. അതൊരു കാര്യമില്ല. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐഡിയലി എത്ര റിസ്ക് ചെയ്യണം, എത്ര ട്രേഡ് എടുക്കണം. പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് അത് അന്ന് ലൈവ് ട്രേഡ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ബ്രോ അതാണ് ഓക്കെ എങ്കിൽ അതിൽ ഓക്കെ മുമ്പോട്ട് പോകും. പക്ഷെ ഞാൻ തന്നേക്കുന്ന മോഡൽ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ആണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ അല്ലെ. അത് തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങളിപ്പോ കറക്റ്റ് ആയിട്ടാ ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിൽ ഈ 1 മന്ത് ഒന്നും വേണ്ട. ഫ്യൂച്ചേഴ്സിൽ എസ്പെഷ്യലി ഫ്യൂച്ചേഴ്സിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ കറക്റ്റ് നമുക്ക് കാര്യങ്ങൾക്ക് ഒന്നുകൂടി ഒത്തുചേർത്ത് വന്നാൽ 3 ദിവസം ഞാൻ 3 ദിവസം കൊണ്ട് ചലഞ്ച് പാസ്സാക്കിയിട്ടുണ്ട്. MFFL അന്ന് ഒരുമിച്ച് ട്രേഡ് ചെയ്തൊക്കെ 3 ദിവസം കൊണ്ട് ചലഞ്ച് പാസ്സാക്കിയതാ. അത് കറക്റ്റാ. അപ്പം കറക്റ്റ് അത് ഫോളോ അപ്പ് ചെയ്യുക. അത് ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ റിസൾട്ട് നിങ്ങളിപ്പോ എന്നെ കണ്ടുകൊണ്ട് മോട്ടിവേറ്റ് ആവുന്ന ആൾക്കാരാ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അപ്പം ഞാൻ ചെയ്യുന്ന സംഭവം നിങ്ങൾ ചെയ്യണ്ടേ. അതാ ഞാൻ എല്ലാവരും പറയുന്നത്. ഞാനിപ്പോ റിസ്ക് ചെയ്യും, ഞാൻ കൂടുതൽ റിസ്ക് ചെയ്യുന്നില്ല. ഞാൻ റിസ്ക് ചെയ്യേണ്ടടുത്ത് ഇപ്പൊ വിക്കിയോട് ചോദിച്ചാൽ മതി. ഞാനും വിക്കിയോടാ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു അക്കൗണ്ട് ഫണ്ടഡ് അക്കൗണ്ട് ചെയ്തോണ്ടിരിക്കുക, ഞാനും വിക്കിയോടാ ചെയ്യുന്നത്. അവരോട് ചോദിച്ചാൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞങ്ങള് 4 തവണ ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്യും. 4 തവണ അക്കൗണ്ട് ഡെയിലി ഡ്രോ ഡൗൺ ഹിറ്റ് ചെയ്ത് പിന്നെ ആ ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, പിറ്റേ ദിവസമേ പറ്റുള്ളൂ. എന്നിട്ട് തിരിച്ചു വരുക. കാര്യം അവിടുന്ന് നമുക്ക് എങ്ങനെ മേപ്പോട്ട് കൊണ്ടുപോകണമെന്ന് റിസ്ക് മാനേജ്മെന്റ് സെറ്റപ്പിനേക്കാൾ ഉപരി സെറ്റപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ റിസ്ക് നമ്മൾ അവിടെ മാനേജ് ചെയ്തില്ല എങ്കിൽ എല്ലാം പക്ഷെ റിസ്ക് മാനേജ് അതിൽ തന്നെയാണ് ഇമോഷനും വർക്ക് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞത് ഒരു ട്രേഡറിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ വലിയൊരു കാര്യം. പിന്നെ ലൈഫ് സ്റ്റൈൽ അതെല്ലാം വലിയ കാര്യമാണ്. ഞാൻ ഓരോ ദിവസവും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരുന്നതാണ്. അത് ഏറ്റവും ചില സമയത്തൊക്കെ ഡള്ളാറുണ്ട്, മോസ്റ്റ്ലി ഡൾ തന്നെ. പല കാര്യത്തിലും നല്ല ഡെഡിക്കേഷൻ ആളാ. കാര്യം ഒരു കാര്യം ഓർത്താൽ മതി, രാവിലെ 2 മണിക്ക് എണീച്ച് കാസർഗോഡ് നിന്ന് ആ കേരളത്തിന് അങ്ങ് അറ്റത്തുനിന്ന് പത്തനംതിട്ടയ്ക്ക് അടുത്ത് കിടക്കുന്ന സ്ഥലം വരെ ഇവിടെ വരണമെങ്കിൽ അത് തന്നെ ഒരു ഡെഡിക്കേഷൻ വേണം. എനിക്കറിയാം, ഞാൻ റൈഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം. ചില സമയത്ത് ഇപ്പൊക്കെ ആണെങ്കിലും എനിക്ക് മടിയാ ചില സമയത്തൊക്കെ വണ്ടി എടുത്ത് എവിടെയും പോവാ. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നു ആക്ച്വലി. അപ്പം ആള് ഏറ്റവും വലിയ കോമഡി വെച്ചാൽ ഞായറാഴ്ച തിരിച്ച് ദുബായിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാ. നാളെ മറ്റന്നാള് അല്ലേ ഇത്ര റൈഡ് ചെയ്ത് കഴിഞ്ഞ് ഇനിയും തിരിച്ച് വീട്ടിൽ പോയിട്ട് ദുബായിക്ക് പോകണം. അപ്പൊ എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഐ എം സോ ഹാപ്പി ബ്രോ. കണ്ടത് എനിക്ക് വിഷമം വരുന്നു, കരച്ചിലായിരുന്നു കാണുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ. സത്യം ഞാൻ എനിക്ക് സന്തോഷമുള്ളൂ. അതായത് ബ്രോനെ പോലെ ഒരു കമ്മ്യൂണിറ്റി കിട്ടിയതിലും ബ്രോന്റെ ഒരു കമ്മ്യൂണിറ്റി കിട്ടിയതിലും എനിക്ക് സത്യം ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പം എന്തേലും ഇപ്പം ഞാൻ ഇവനോട് പറയും ഇവിടെ ഇപ്പൊ ഇത്ര പിള്ളേർ വന്നാലും ഇവിടെ വന്നിട്ടേ പോകത്തുള്ളൂ. എന്റെ വീട്ടിൽ നിൽക്കുന്നേക്കാളും കൂടുതൽ ഇവിടെ വരുന്നത് വിക്കിയോട് ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവനോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി എനിക്കുണ്ടെന്നുള്ളത്. അവിടെ ഞാൻ ഫ്ലെക്സ് ചെയ്യുന്നത്. എന്റെ സെറ്റപ്പ് ഒന്നുമല്ല ഞാൻ ഫ്ലെക്സ് ചെയ്യുന്നത്, എന്റെ കമ്മ്യൂണിറ്റിയാ. ഇപ്പം അബിനും റോയലും വന്നിട്ട് പോയപ്പോഴായാലും ആ ഒരു ഇത് കീപ്പ് ചെയ്തില്ലേ, അത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോ സെറ്റപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ ഓരോ ആൾക്കാരും ഒരു പേഴ്സണൽ ലൈഫിലും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതെന്ന് പറയുന്നത് ഇപ്പം അതൊക്കെ ആരും ചെയ്യാത്ത കാര്യമാണ്. അത് ബ്രോ എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റീനെ എങ്ങനെ നല്ല നിലനിർത്താം
അത് ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എന്നോട് തീരുമാനിച്ചു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിനെ പറ്റിയോ നിങ്ങളുടെ ലോസിനെ പറ്റി ഇത് ഒരു തുടക്കക്കാർക്ക് എത്രത്തോളം P&L ഷെയർ ചെയ്യാത്തത് എന്തുകൊണ്ട്? അങ്ങനൊന്നും അല്ല ഇതിനെപ്പറ്റി, വേറൊരു പെർസ്പെക്റ്റീവിൽ ചിന്തി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഇങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യം. ഞാൻ പറയാം, നിങ്ങൾ എത്ര ഇതിലൊരു എന്താ പറയാ, ഇതില് ഒരു ഫോക്കസ് ചെയ്തുള്ള കാര്യമാണെങ്കിൽ ഈ ഒരു ഉപദേശം കേട്ടാൽ മതി. അത് ഓരോരുത്തരും ഓരോ പേഴ്സ്പെക്റ്റീവ്. ഇപ്പൊ തന്നെ ആയാലും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ബിക്കോസ് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലായാലും ഒളിഞ്ഞിരുന്ന് പൈസ ഉണ്ടാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നോട് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, ബ്രോ ഇതിന് വെളിയിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല, പറയണ്ട. എന്നോട് അവരെല്ലാം ഷെയർ ചെയ്യും. ഞാൻ അതുകൊണ്ടാ ഇപ്പൊ തന്നെ ആയാലും നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ അനന്തു ലാസ്റ്റ് തവണ പേ ഔട്ട് എടുത്തു, എന്താണ് അവിൻ ദേവ്, അങ്ങനെ പല കുറച്ച് ആൾക്കാർ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പാസ്സായ ആൾക്കാരുണ്ട്, ഞാൻ പേര് പറയുന്നില്ല, അവർ പറയണ്ടെന്ന് പറഞ്ഞോണ്ട വിഡ്രോൽ എടുത്ത ആൾക്കാരുണ്ട്. ചിലർക്ക് ഇത് കീപ് ഇറ്റ് പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ നിർത്താനാണ്. അപ്പം ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ടേക്കും നമ്മുടെ കമ്മ്യൂണിറ്റി തുടങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഓർത്ത കുറച്ച് കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐ മീൻ ഒരു അകത്ത് വെക്കുന്ന ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു നമ്മുടെ അത് തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഇപ്പൊ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 2 വർഷമാവും. അപ്പം ഈ ഗ്രൂപ്പിലേക്ക് വരുന്ന ഒരാള് ഈ 2 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡർ ഇടുന്ന ചാർട്ടാ കാണുന്നത്. അപ്പൊ എന്തുകൊണ്ട് എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് മെന്റലി തളർത്തും. അത് ഞാൻ മാത്രം കാണാത്തോണ്ടാണോ, അല്ലെങ്കിൽ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്? ഈ ഒരു എന്താ വെച്ചാൽ ചിലപ്പോ ഇത് എനിക്കും അത് തന്നെ ഇത് ഈ ഒരു സെയിം സാധനം ഇത് ട്രേഡിങ്ങിലേക്ക് ആദ്യം കടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് നമ്മള് ഇപ്പൊ ട്രേഡിംഗ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു ഗെയിമാണ്. ഇപ്പം സെയിം ട്രേഡ് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഡിഫറെന്റ് റിസൾട്ടാ, സെയിം ട്രേഡ് എടുത്തിട്ട്. അപ്പൊ സൈക്കോളജി എന്ന് പറയുന്ന സാധനം വലിയൊരു മാറ്ററാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ എല്ലാവരോടും ഒരു പേഴ്സണൽ കണക്ഷൻ കീപ്പ് ചെയ്യും. ഇപ്പൊ റോയും ഞാനും തമ്മിലുള്ള കണക്ഷൻ പോലെ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരുമായിട്ട് എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ളവരോട് മാത്രമേ ഞാൻ എന്റെ മെമ്പർഷിപ്പിലേക്ക് എടുക്കുള്ളൂ. അത് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, അതായത് നിങ്ങൾ ഒന്നുകൊണ്ട് മറിയിടാവണ്ട. ഇപ്പം എന്നോട് ഇന്നലെ ഇപ്പൊ വേണമെങ്കിൽ ഓടി പ്രവീൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ എന്റെ ജൂനിയർ ആയിരുന്നു, മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ എന്താ നമ്മുടെ ഗ്രൂപ്പിലെ ഒരാളെടുത്ത ട്രേഡ് എനിക്ക് മനസ്സിലായില്ല, എത്ര നോക്കിയിട്ടും ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു VLP ILP നീഷ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതങ്ങോട്ട് ഓക്കെ അല്ല. ആളവിടെ സെല്ല് ചെയ്ത് അവൻ അവിടെ ബൈ ആണെന്ന്. പക്ഷെ അവൻ ബൈ ചെയ്ത് അവൻ SL അടിക്കുന്നത്, ഇവ ഷോർട്ട് ചെയ്തതാണ് കറക്റ്റ് ആയിട്ട് റൺ ചെയ്തേക്കുന്നത്. പക്ഷെ സ്റ്റിൽ അവൻ അത് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞടാ, നീ ഇത്രയും ട്രേഡ് ചെയ്യുന്ന ആ ലെവലിൽ നീ അത് ഓക്കെ വിട്ട്, നിനക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് തന്നെ സെയിം സെറ്റപ്പ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഞാൻ അതാ പറഞ്ഞ ഓരോ ആൾക്കാർ മാർക്കറ്റിനെ കാണുന്ന പെർസ്പെക്റ്റീവ് ഡിഫറെന്റ്. ഈവൻ സെയിം സെറ്റപ്പ് ട്രേഡ് ചെയ്തിട്ട് ഞാൻ SL അടിച്ചിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പലതവണ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ട്രേഡിംഗ് എന്ന് പറയുന്നതിനെ ആ ഒരു ലെവലിൽ കണ്ടത് പേഴ്സണൽ ലെവലാ. പിന്നെ എന്താണ് ആ ഒരു ലെവലിൽ കണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവില്ല. അത് തന്നെ അതുപോലൊക്കെയാ സംഭവം. പിന്നെ ഞാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും ഞാൻ എല്ലാവരോടും ഉപദേശിച്ചു വിടുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇത് പറ്റായികയൊന്നും അല്ല, ഇത് പറ്റും, എല്ലാവർക്കും പറ്റുന്ന ഒരു പരിപാടി. എല്ലാവരും സിമ്പിൾ ആയത് കാണുന്നു. അത് തന്നെ ഭയങ്കര സിമ്പിൾ ആയത് കാണുന്നു. എല്ലാവർക്കും പറ്റുന്ന പരിപാടിയാ. നമ്മള് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവാ, അതിന് ടൈം കൊടുക്കുക. ബ്രോയ്ക്ക് അറിയാന്നല്ല, ഇപ്പൊ 1 ഇയർ ആയതിന് റിഗ്രറ്റ് വല്ലതും ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. എനിക്ക് ഒരു 5 ഇയർ ആയാലും കാര്യം എനിക്ക് അറിയാം ഇതിന്റെ പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ. തിരിഞ്ഞു നോക്കുമ്പോ ബ്രോയ്ക്ക് എന്ത് തോന്നുന്നു? ഇത്രയല്ലോ ഹൗ ലോങ് ഇത്രയും വന്നു, ബ്രോയ്ക്ക് ഇമ്പ്രൂവ്മെന്റ് എത്രത്തോളം തോന്നുന്നുണ്ട്? പല പേഴ്സണൽ ലൈഫിലും പിന്നെ ഒരു എന്താ പറയാ, ഒരു കോമൺ സെൻസ് ഒക്കെ ഭയങ്കര കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയി. നമ്മുടെ ട്രേഡ് കുറച്ചുകൂടെ ലോജിക്കൽ എൻട്രി ആണ്, അത് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം ചുമ്മാ ഒരു പാറ്റേൺ VLP ILP ഒരു പാറ്റേൺ വരുമ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന ആൾക്കാരല്ല. അല്ല, എന്തുകൊണ്ട് മാർക്കറ്റ് നമുക്ക് സയന്റിഫിക്കലി ഒരു റീസൺ ഉണ്ട്, അതൊരു വലിയൊരു കാര്യമാണ്. അത് പല ആൾക്കും കിട്ടാറില്ല. അതാണ് ഒരു സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരാള് സെറ്റപ്പ് ബിൽഡ് ചെയ്തുള്ള അതാണ് ആ ഒരു കമ്മ്യൂണിറ്റി. ഞാൻ ഏറ്റവും കമ്മ്യൂണിറ്റിയെ പറ്റി ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആ ഒരു, അതായത് ഇപ്പൊ പോകുന്ന പോലെ എനിക്ക് ഇനി പ്രിലോങ് കൊണ്ടുപോകണമെന്ന ആഗ്രഹം. പക്ഷെ ബ്രോയ്ക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു സംഭവം, മെന്റർഷിപ്പ് സ്റ്റോപ്പ് ചെയ്താലോ എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക. മെയിൻലി ഞാൻ ആ ഒരു തോട്ട് എനിക്ക് ഒരു 5 മാസം മുന്നേ വന്നേ. അപ്പൊ ഞാൻ ബ്രോയ്ക്ക് അറിയാം, ബ്രോ വന്ന സമയത്ത് ഞാൻ ഓറലി അല്ലാതെ നമ്മൾ ക്ലാസ് പഠിപ്പിച്ചോണ്ടിരിക്കുക, അല്ലാതെ ഗൂഗിൾ മീറ്റിലെ ക്ലാസ് പഠിപ്പിച്ചോണ്ട്.
പിന്നെ അതിനുവേണ്ടി ഇപ്പൊ ആൾക്കാർ വരുന്നു, നല്ല നല്ല ആൾക്കാരെ കൂടുതൽ കിട്ടി തുടങ്ങി. ഇപ്പൊ ഒരു 100 പേര് മെസ്സേജ് അയച്ചാൽ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് 10 പേര് മാത്രമേ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കയറാൻ ക്വാളിറ്റി ഉള്ള ആൾക്കാർ കാണത്തുള്ളൂ. അപ്പം 10 പേര് എന്തോലും എടുക്കണമല്ലോ, അല്ലെ അവരുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ്സാക്കുക എന്നുള്ളൊരു ഫീൽ എനിക്ക് വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്തു. ഇപ്പൊ എനിക്ക് സീംലെസ് ആയിട്ട് സമയമുണ്ട് ഇഷ്ടം പോലെ, ഡൗട്ട് മാത്രം ക്ലിയർ ചെയ്താൽ. പിന്നെ എന്റെ ടീച്ചിങ് കണ്ടന്റ്സ് കാണുന്നവർ ആർക്കും ഡൗട്ട് വരത്തില്ല. വേറെ കാര്യം എത്രത്തോളം സിമ്പിൾ ആയിട്ടാണ് കണ്ടാ മതി. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞ ഈ മെന്റർഷിപ്പ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നു. അല്ല ഇതൊരു 5 മാസം മുന്നേ നിർത്തിയേനെ. അത് അന്ന് ഞാൻ ഗ്രൂപ്പിൽ അത് തന്നെ ഞാൻ ഒറ്റ 1 man ഷോയാ, ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഇവിടെ. ഇത്രയും പേരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതും ലൈവ് ട്രേഡ് പോകുന്നതും. ചില സമയത്ത് എനിക്ക് ഒരിക്കലും ഇപ്പൊ എനിക്ക് ഇത് ടൈം ഒന്നും കൺസ്യൂം ചെയ്യുന്ന പോലെ ഇല്ല. ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ലൈവ് ഇടണം, അത്രേ ഉള്ളൂ. ആൾക്കാർ കുറച്ച് അപ്പുറത്തിരുന്ന ആൾക്കാർ കാണുന്നു. എനിക്ക് ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് ലൂസിങ്. കാര്യം എത്ര ഞാൻ അക്കൗണ്ട് ബൈ ചെയ്ത് ചലഞ്ച് പാസ്സാക്കി, അത് തന്നെ ചലഞ്ച് പാസ്സാക്കി വിഡ്രോൽ വരെ എടുത്ത് കാണിച്ചു. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പ്രൂവ് ചെയ്യണ്ട എന്റെ സെറ്റപ്പിൽ എന്താണെന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് ബ്രോയോട് പറയാനുള്ള കാര്യം. സ്ട്രഗിൾ ചെയ്യുക. ലൈക്ക് ഇപ്പൊ ബ്രോ പോകുന്ന പാത്ത് കറക്റ്റാണ്. ഞാൻ ചില മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് റെക്ടിഫൈ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അടുത്ത തവണ വരുമ്പോ ഇത് വന്നെടുത്ത് ഇനി അവിടെ ഹാർലി ഡോസിനി പറഞ്ഞു എക്സ്പൾസിലാണ് ആള്. എക്സ്പൾസ് കുളത്തിലൊന്നുമില്ല കേട്ടോ, അടിപൊളി വണ്ടിയാ. അപ്പം അതായിരിക്കട്ടെ. എന്ത് ഐ മീൻ ട്രേഡിങ്ങിലേക്ക് വരുന്ന ഒരു ബിഗിനർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തോ ബ്രോഡ് ഒരു പോയിന്റ് ഓഫ് വ്യൂല് ഇപ്പോഴത്തെ ബ്രോ ഒരു ബിഗിനർ ആയിരുന്ന ലെവലും ഇപ്പൊ, അല്ലെങ്കിൽ എനിക്ക് അന്ന് ഇത് തോന്നിയായിരുന്നെങ്കിൽ ഞാൻ അന്ന് കുറച്ച് സമയം ലാഭിച്ചേനെ, അല്ലെങ്കിൽ എന്റെ പൈസ ഞാൻ കുറച്ച് ലാഭിച്ചേനെ എന്ന് തോന്നുന്ന രീതിയിൽ കൊടുക്കേണ്ട അഡ്വൈസ് ഉണ്ടോ? കാര്യം ഇത് പറയാൻ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുറെ പരസ്യങ്ങൾ ഉണ്ടല്ലോ, അതിൽ പോയി ചാടായിരിക്കും. നല്ലൊരു മെന്റർഷിപ്പ്, അത് സമയം എടുത്താലും മെന്റർഷിപ്പ് വേണമെന്നില്ല. പിന്നെ സ്വയം പഠിക്കാനുള്ള ഒരു ഇതും വേണം. മെന്റർഷിപ്പ് ഉണ്ടായ പോലെ കാര്യം. ഞാനൊന്നും ടീച്ച് ചെയ്തിട്ടില്ല ആരെയും. ബ്രോയ്ക്ക് ചിന്ത കണ്ടോ, ഞാനൊന്നും ടീച്ച് ചെയ്തിട്ടില്ല, ഞാൻ ആരെ ഒന്നും ടീച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് ആദ്യം വേണ്ടത്. എന്റെ പെർസ്പെക്ടീവിൽ സ്വയം മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു, അതിനുശേഷം ഒരു നല്ലൊരു മെന്റർഷിപ്പ് എടുക്കാം. ആദ്യം ഈഗോ മാറ്റി വെക്കുക. അതെ എനിക്ക് ഇത്ര ഇത്, എനിക്ക് അതറിയാം, അല്ലെങ്കിൽ എനിക്ക് ഇതറിയാം, എല്ലാരും അങ്ങനെ. അതാ ഞാൻ ഇപ്പൊ എനിക്കും അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങള് സത്യം പറഞ്ഞ ഓക്കെ അങ്ങനെ വിടുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്നതോടെ ഞാൻ പറയുന്നത്, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ 3 ദിവസം മുന്നേ എൻ്റെ മെന്റർഷിപ്പ് ജോയിൻ ചെയ്തു. 10 വർഷം എക്സ്പീരിയൻസ്. ഞാൻ 15 വയസ്സുള്ള സമയത്ത് ആളെ ട്രേഡ് ചെയ്ത് തുടങ്ങിയതാ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ആ ആളെ ഞാൻ മെന്റ് ചെയ്യും. ഞാൻ എന്നെ പൊക്കി പറയല്ല, പക്ഷെ ആൾക്ക് ഒരു കറക്റ്റ് ഒരു വെയിലല്ല ആള് വന്നു. ഡിഫറൻസ്, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോ ഇത്ര നാൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ, എന്ത് ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. ഒരു വലിയ കാര്യം. ഇത് പറയാൻ മെയിൻ ഒരു കാര്യം വെച്ചാൽ 2 ദിവസം മുന്നേ കണ്ട ന്യൂസ് കണ്ടേ, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഒരാള് സൂയിസൈഡ് ചെയ്തു. 1.5 ലക്ഷം രൂപ പോയതിന് സൂയിസൈഡ് ചെയ്തത്. മെന്റലി പോലും ഒന്നാമത്തെ കാര്യം സോഷ്യൽ മീഡിയ ഒക്കെ കാണിക്കുന്നത് ട്രേഡിൽ വരിക, ക്യാഷ് ഉണ്ടാക്കുക, പിറ്റേ ദിവസം മില്യനർ ആയി പോവുക എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ റിയാലിറ്റി ആരും സംസാരിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പം ഇതാണ് ബ്രോയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്. കീപ് ഇറ്റ് സിമ്പിൾ. സ്വയം മനസ്സിലാക്കുക. നമ്മൾ എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് എത്ര സമയം എടുക്കും നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ. ഡിമാൻഡ് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മെന്റർഷിപ്പ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള രീതിയിൽ തന്നെ കൊടുക്കാൻ കാരണം. ബ്രോയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എത്രത്തോളം സ്ട്രോങ് ആണ്, ഫ്രീ ആയിരിക്കും ട്രേഡിംഗിൽ. എത്രത്തോളം ഡിസിപ്ലിൻ. എല്ലാവരും ഇപ്പൊ ചോദിക്കാറുള്ള കാര്യം, ബ്രോ ട്രേഡിംഗ് ഡിസിപ്ലിൻ എങ്ങനെയാ ബിൽഡ് ചെയ്യുന്നത്? ട്രേഡിംഗ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമ്മൾ ലൈഫിൽ എത്രത്തോളം ഡിസിപ്ലിൻ ആണോ അത് ട്രേഡിംഗിലേക്ക് റിഫ്ലക്ട് ചെയ്യാണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ 1 വീക്കായി ജിമ്മിൽ പോയിട്ട് എനിക്ക് പല കാര്യത്തിലും പല റിഗ്രറ്റും അടിക്കാറുണ്ട്. ഞാൻ മിക്കോട് പറയാറുള്ള കാര്യമാണ്. ഞാനിപ്പോൾ അടുത്ത വീക്ക് വരെ ജിമ്മിൽ പോയാൽ പറ്റും. ഞാൻ അതെന്റെ മടി തന്നെ കേട്ടോ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. മടിയാ, ഇപ്പം മഴയൊക്കെ ഇല്ല, രാവിലെ കിടന്ന് ഉറങ്ങും. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ഇവിടെ ചോദിച്ചത്. അപ്പം അതൊക്കെയാണ് കാര്യം. താങ്ക് യു ഫോർ കമ്മിങ്. എനിക്ക് വന്നതിന് സത്യം അല്ല, എനിക്ക് ഭയങ്കര ഇമോഷണലി തന്നെ ആവുക. ഞാൻ അത്രത്തോളം അതായത് നാട്ടിൽ വന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യണുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സോ ഹാപ്പി, ഭയങ്കര സന്തോഷം. ഇതിനെ കണ്ടത് ഭയങ്കര സന്തോഷം. ഇനി കട്ട് ചെയ്യാം. ബൈ.